വില്ലേജിലേക്കുള്ള യാത്രയാണ്. ഇന്നലെ ബദ്രിനാഥിലായിരുന്നു. ഇന്ന് കാലത്ത് ബദ്രിനാഥിൽ നിന്ന് മാന വില്ലേജിൻ്റെ എൻട്രൻസിൽ എത്തിയേക്കാണ്. മാന വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇന്ത്യൻ വില്ലേജാണ്. അത് ഇപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ വില്ലേജിൽ നിന്ന് ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. മുന്നേ ഇത് ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരതിനൊരു മാറ്റം വരുത്തിയിട്ട് ഫസ്റ്റ് ഇന്ത്യൻ വില്ലേജ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് മാന വില്ലേജ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും അതിലേക്ക് ക്ഷണിക്കുകയാണ് മാന വില്ലേജിൽ. ഓക്കെ, ഇതിൻ്റെ ഈ എൻട്രൻസിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു ചായക്കട മാതിരിണ്ട്. അവിടെ ഈ ഇവിടുത്തെ തനതായിട്ടുള്ള ഫുഡായിട്ടുള്ള മമൂസ് അല്ലെങ്കിൽ ചൗമീനൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു കടയാണ്. അതുകൂടാണ്ട് ഈ മാന വില്ലേജ് ചുറ്റും മലകളാൽ നിറഞ്ഞു കിടക്കുകയാണ്. മഞ്ഞുകാലത്ത് ഫുൾ മഞ്ഞ് നിറയണ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ വരുന്ന വഴി കണ്ട ഈ വഴിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് നിറഞ്ഞു കിടക്കുക തന്നെയാണ് ഇപ്പോഴും. കുറച്ച് അവിടെ വെള്ളം ഒരു ചടിക്കെട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് സ്ലോയിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ വരുന്ന വഴി. അതായത് ബദ്രിനാഥിൽ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാന വില്ലേജാണ്. ഈ മാന വില്ലേജിലേക്ക് വരുന്ന വഴിയാണ് ഇപ്പോൾ ഈ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്നത്. चल यार आगे उस्ताद जैसे थोड़े ही कट जाएगा पता नहीं यार कैसा आदमी. അപ്പോൾ ഈ ഏരിയയിലേക്കൊക്കെ കൊണ്ട് വരുമ്പോഴേ മതിൽ കെട്ടിയ മാതിരിയാണ് മഞ്ഞ് നിൽക്കുന്നത്. രണ്ട് സൈഡിലും മഞ്ഞ് തന്നെയാണ്. കാരണം ഇതിൻ്റെ അടിഭാഗമാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ ശരിക്കും മലയാണ്. മഞ്ഞ് നിറഞ്ഞു കിടക്കണ മഞ്ഞുമലകൾ തന്നെയാണ്. പോണ വഴിയിലൊക്കെ ഇപ്പോഴും മഞ്ഞിങ്ങനെ നിറഞ്ഞു കിടക്കുക തന്നെയാണ് കേട്ടോ. കണ്ട സത്യത്തിൽ ഇപ്പോൾ ഇത് മെയ് മാസമാണ്. ഞങ്ങൾ വന്നിട്ടുള്ള മെയിലാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11:30 ഉണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നത് 24-26 പക്ഷേ രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തണവാണ് കേട്ടോ. കവാടം കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു എൻട്രൻസ് ആണ് കേട്ടോ. അതിൻ്റെ മുന്നേ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഈ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സ്ഥലമാണ്. അതിൻ്റെ ഇടയിൽ കുറേ കച്ചവടക്കാരും കുറച്ച് കുടുംബങ്ങളൊക്കെ താമസിക്കുന്നുള്ളൂ. പിന്നൊക്കെ ഇവിടെ വഴിയോര കച്ചവടക്കാരൊക്കെയാണ് കാണുന്നത്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ സഞ്ചാരികളാണ്, അതായത് ടൂറിസ്റ്റുകളാണ്. അതായത് ബദ്രിനാഥിൽ വരുന്ന ആൾക്കാരൊക്കെ മിക്കവരും ഈ മാന വില്ലേജ് കണ്ടിട്ട് തന്നെയാണ് പോവുള്ളൂ. കണ്ട ഇത് ഇവിടെ നടക്കാൻ പറ്റാത്ത ആൾക്കാരെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു തരം കൊട്ടയാണ് ഇത്. ബദ്രിനാഥിലും കേദാർനാഥിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൊട്ടയിലാണ് ആൾക്കാരെ കയറ്റി കൊണ്ടുപോകുന്നത്. നടന്നോ ഞാൻ ബാക്കിലുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ബാക്കിൽ വരുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഗ്രാമീണരായിട്ടുള്ള ആൾക്കാരാണ് ആ നിൽക്കുന്നതൊക്കെ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് തന്നെ കൊക്കയാണ്. കൊക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദി പോകുന്നുണ്ട് കണ്ടാ. ആ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഐസുരുകിയിട്ടുള്ള വെള്ളമാണ് ആ പോണത്. കാരണം തന്നെ അവിടെയൊക്കെ നല്ല തണവാണ്. കാരണം അതിന് ചുറ്റും കണ്ട മഞ്ഞുമലകളാണ്. മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന മലയാണ് അതൊക്കെ ഈ കാണുന്നതൊക്കെ. പിന്നെ ഇവിടെ തണവിനിടാനുള്ള സെറ്ററും അതേമാതിരി തൊപ്പികളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അതുകൂടാണ്ട് കണ്ട അതിൻ്റെ ഇടയിൽ കണ്ട ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ള ഗ്രാമീണരായിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. എനിക്ക് തോന്നുന്നു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 100-200 കുടുംബങ്ങളൊക്കെ ഈ മാന വില്ലേജിലാകെ ഉണ്ടാവാൻ വഴിയുള്ളൂ. പിന്നെ അതുകൂടാണ്ട് ഇവിടെ ഈ ഒഴിഞ്ഞ ചുമരുകളിലൊക്കെ നല്ല പല ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട പഞ്ചപാണ്ഡവന്മാരുടെ ചിത്രം വരച്ച് വെച്ചേക്കുന്നത് കണ്ട. ഇതേമാതിരി ചുമരുകളിലൊക്കെ നല്ല നല്ല ചിത്രം വരച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗുഹയാണ് ഏറ്റവും ആദ്യം കാണാൻ പോകുന്നത്. അതായത് ഗണപതി ഈ വേദവ്യാസന് മഹാഭാരതം പറഞ്ഞു കൊടുത്ത സ്ഥലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുഹയിലേക്കാണ് പോകുന്നത്. കണ്ടാ ഇവിടെയൊക്കെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. പല സ്ഥലത്തും നമ്മൾ ഇതേമാതിരി ചിത്രം വരച്ച് കാണാം. അത് മനോഹരമായിട്ട് തന്നെ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഇവിടെ ഒരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് ശിവൻ്റെ. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ കണ്ട. ആ ഒരു ചായക്കടയല്ല ഒരു വീടാണെന്ന് തോന്നുന്നു. അവിടെയും ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നടന്നു പോണ വഴിയിലൊക്കെ അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ട ഇവിടെ നോക്കിയേ അതും രസമായിട്ടുണ്ട്. കണ്ട ഈ വീടുമ്മലൊക്കെ നല്ല. പിന്നെ കണ്ടമാനം ജനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഒരു ചിത്രം ഭക്തർ, അതായത് ബദ്രിനാഥിൽ വരുന്ന ഒട്ടുമിക്ക ഭക്തരും ഇവിടെയും വരുന്നുണ്ട്. കണ്ട എവിടെ നോക്കിയാലും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ. അതൊരു ഈ മാന വില്ലേജിൻ്റെ ഒരു പ്രത്യേകതയാണ്. കണ്ട അതിൻ്റെ മുകളിൽ അതൊരു ചെറിയൊരു ക്ഷേത്രമാണ്. ഒരു വീട് അമ്പലമാണ് അത്. കണ്ട അവിടെ ശിവൻ്റെ ചിത്രം വരച്ച് വെച്ചേക്കുന്നത്. അതേമാതിരി കച്ചവടക്കാരും ഉണ്ട്. കണ്ടമാനം ജനങ്ങളും വരുന്നുണ്ട്.
പിന്നെ ശരിക്കും വലിഞ്ഞ് ഭയങ്കര കയറ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് കയറുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്താണ് നല്ല നല്ല തിരക്ക് തന്നെ. എങ്ങനെയുണ്ട്? നല്ല ടയർഡായ നല്ല കയറ്റാണല്ലേ. വർത്തമാനം പറയാൻ പറ്റത്തേ. അങ്ങനെ എന്തായാലേ ശരിക്കും പറഞ്ഞാൽ കുത്തനുള്ള കയറ്റാണ് കേട്ടോ. നടന്ന് കയറുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതുകൊണ്ടാണ് ആൾക്കാരെ കൊട്ടയിലൊക്കെ കയറ്റി കൊണ്ടുവരുന്നത്. ഇവിടെ ഈ ഗുഹയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു പാടാണ്. എന്തായാലും പോയി നോക്കാം, ഏതായാലും ഇതുവരെ എത്തിയതല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഗുഹയുടെ അടുത്തെത്തിയിട്ടാണ് കണ്ടാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേദവ്യാസ ഗുഫ എന്നാണ് എഴുതി വെച്ചത്. ഗുഹ നമ്മൾ ഗുഹ എന്ന് പറയും, ഹിന്ദിയിൽ ഗുഫ എന്ന് പറയും, കേവ്. അപ്പോൾ ഇതാണ് ക്ഷേത്രം. ഗുഹയാണ് വെച്ചെങ്കിൽ പോലും നമ്മൾ ഫ്രണ്ടിലൊരു അമ്പലത്തിൻ്റെ മാതിരിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഗുഹയാണ്. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ചുറ്റും മലനിരകൾ തന്നെയാണ് മൊത്തം. പിന്നെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ കണ്ട ഒരുത്തൻ്റെ പരിപാടി ഇന്ത്യ ഫസ്റ്റ് ടീ ഷോപ്പ് എന്ന് എഴുതി വെച്ചെങ്ങനെ. ഇന്ത്യ ഫസ്റ്റ് വില്ലേജ് എന്നുള്ളതിന് അവൻ്റെ ഷോപ്പാണ് ഇത്ര. അവൻ്റെ ടീ ഷോപ്പാണ് ഏറ്റവും ഫസ്റ്റ് ടീ ഷോപ്പ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ആള് സ്മാർട്ടാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ആ കാണുന്നതൊക്കെ കണ്ട ഇതാ ഈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി ക്യാമ്പും കാര്യങ്ങളൊക്കെയാണ്. അതുകൂടാതെ ഈ മാന വില്ലേജിൽ നിന്ന് ഒരു 10-60 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാന പാസ് എന്ന് പറഞ്ഞിട്ട് ചൈനയുടെ ബോർഡറിലെത്താൻ പറ്റും. അവിടേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പോകാൻ. കാരണം അവിടെ പാസും കാര്യങ്ങളൊക്കെ വേണം. കൂടാതെ അവിടെ ഓക്സിജൻ കണ്ടൻറ്റൊക്കെ വളരെ കുറവാണ്. കാരണം മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന കുറച്ച് ഭാഗങ്ങളും കൂടിയാണ് ഈ പറഞ്ഞ മാന പാസ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ സമയത്തിൻ്റെ ഒരു അഭാവം മൂലം ഞങ്ങൾ തൽക്കാലം മാന പാസിലേക്ക് പോകുന്നില്ല. ഇനി ഞങ്ങൾ മാന വില്ലേജിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കണ്ട അക്കല്ല അവിടെ കണ്ട ഒരു ചെറിയൊരു അമ്പലം കാണാം. ആ അമ്പലത്തിലേക്കാണ് പോകുന്നത്. കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ കൊക്കയാണ്, നടന്നു തന്നെ പോകണം. അതുകൊണ്ട് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മെല്ലെ മെല്ലെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ എന്നെ കാത്തിട്ട് നമ്മളെ സുബി നിൽക്കുന്നുണ്ട്. നമ്മളെ കൂടെ യാത്ര ചെയ്യുന്ന നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. കൂടാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഹരിദ്വാറിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മളെ വാഹനത്തിൻ്റെ ഉടമയും യാത്രികനുമായിട്ടുള്ള അനിൽകുമാർ. ഈ ഉത്തരാഖണ്ഡ് അതായത് UK എന്നാണ് നമ്പർ പ്ലേറ്റിലൊക്കെ കാണും കാറിൻ്റെയൊക്കെ. അപ്പോൾ നമ്മളെ UK അതായത് ഉത്തരാഖണ്ഡിലുള്ള ഈ ഒരു സ്ഥലത്തിനെ പൊതുവെ പറയുക ദേവഭൂമി എന്നാണ്. അതായത് ഉത്തരാഖണ്ഡ് മൊത്തം ദേവഭൂമി എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഇത് ഏകദേശം 1500 ഫീറ്റ് ഹൈറ്റിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. ഇവിടെ ആരോ ഇരിപ്പുണ്ട് കേട്ടോ. ആരോ ഒരു ഗുഹയുടെ ഇരിക്കുന്നുണ്ട്. ഒരു സന്യാസിയാണ് തോന്നുന്നു. ആരോ ക്ലിയറായിട്ട് കാണുന്നില്ല. ഭസ്മൊക്കെ ശരീരത്തിലിട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ മാന വില്ലേജ് കഴിഞ്ഞ് ഒരു 10-60 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനാപാസാണ്. മാനാപാസ് പറഞ്ഞാൽ മഞ്ഞ് നിറഞ്ഞെടുക്കുന്ന ഒരു ഏരിയ എന്നതിലുപരി ചൈനയുടെ ബോർഡറാണ്. ചൈന എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും തന്നെ തിബറ്റിൻ്റെ ബോർഡറായിട്ട് വരും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അമ്പോ ഇവിടെ ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് കേട്ടോ. ഉണ്ടാ ഭയങ്കര ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ അതൊരു പുതിയ അമ്പലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല വേറൊരു അമ്പലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. ആ വെള്ളച്ചാട്ടത്തെ വിളിക്കാൻ നോക്കിയാൽ ശരിക്കും പേടിയാവണ വരില്ല. ഒരു തലയോട്ടിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന മാതിരി ഉണ്ടല്ലോ. ഞാൻ ഒന്നുകൂടി വലുതായി കാണിക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു തലയോട്ടിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന മാതിരി ഉണ്ട്. ഒരു പേടിയാവണ കാഴ്ചയാണ്. ഈ മാന വില്ലേജിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ വിൻ്റർ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ജനങ്ങളും ഉത്തരാഖണ്ഡിൻ്റെ താഴ്ന്ന ഭാഗങ്ങൾ, അതായത് തണവ് കുറച്ച് കുറവുള്ള ഭാഗങ്ങളിലേക്ക് താമസം മാറ്റേണ്ടി വരും. സരസ്വതി നദി ആണ് ഈ ഒഴുകി വരുന്നത് കേട്ടോ. സത്യത്തിൽ സരസ്വതി നദി ഫുൾ ഐസ് ഉരുകിയിട്ടുള്ള വെള്ളമാണ് വരുന്നത്, അല്ലാതെ മഴവെള്ളം പുഴവെള്ളമൊന്നുമല്ല. ഐസ് ഉരുകിയിട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ. ദേവഭൂമിയാണ് ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ ദേവഭൂമി എന്നാണല്ലോ പറയുക. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക്. അല്ല സരസ്വതി നദി ഒഴുകി പോണതാണത്. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാം, താഴത്തേക്ക് ഇറങ്ങി നോക്കാം. കണ്ട പക്ഷെ സമ്മതിക്കണം കേട്ടാ, ഇങ്ങനത്തെ ഒരു സ്ഥലത്തെ ഈ ഒരു അമ്പലം പണിയുമ്പോൾ ആ പണിത ആൾക്കാരെയും എൻജിനീയേഴ്സിനെയൊക്കെ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം അത്രയും കറുത്തായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇതേമാതിരി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള റിന്യൂവേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മുന്നേ ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, അവിടെ രണ്ടാമത് റിന്യൂവേറ്റ് ചെയ്തിട്ടുള്ള അമ്പലമാണ്. പിന്നെ ഞാൻ പറയാൻ കാരണം ഇതിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പേടിയാവും. ആരെങ്കിലുമൊക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ
പൊടി പോലുമുള്ള കണ്ടുപിടിക്കാൻ തന്നെ ഒരവസ്ഥയാണ്. കാരണം അത്രയും ഗർത്താണ്. അവിടേക്കാണ് ഈ വെള്ളം ഒഴുകിന് വരുന്ന സ്ഥലം. ആ വെള്ളം വരുന്ന സ്ഥലം പോലും കാണാൻ പറ്റില്ല, അത്രയും ആഴത്തിലാണ് ഈ കിടക്കുന്ന സ്ഥലം. മനസ്സിലായ? അപ്പോൾ അവിടെ അങ്ങനെ ഒരു അമ്പലം പണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ തിരിക്കാൻ നിർവാഹമില്ല, അത് അലൗഡല്ല. അപ്പോൾ ഇതൊക്കെയാണ് മാന വില്ലേജിലെ കാഴ്ചകൾ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരും അതേമാതിരി ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.